Hi students, welcome to Sapphire Future Academy Board Booster Series. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഇത് ഇതിന്റെ ഫൈനൽ പാർട്ട് ആയിരിക്കും. സോ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആവും. സോ നോക്കൂ, നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. എന്താ പ്രോബ്ലം എന്താണ്? A plane electromagnetic wave of frequency 25 megahertz travels in free space along x direction. അല്ലെ, അതായത് വേവ് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്? എക്സ് ഡിറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത് ആണല്ലോ. ദെൻ എന്താ പറഞ്ഞത്? അറ്റ് എ പെർട്ടിക്കുലർ പോയിന്റ് ഇൻ സ്പേസ് ആൻഡ് ടൈം ഈസ് ഈക്വൽ ടു എന്താണ്? 6.3 ജെ. ഈ ജെ ഉദ്ദേശിക്കുന്നത് ക്യാപ്പാണ്, അതായത് ജെ ഡയറക്ഷനിലാണ്. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് വൈ ആക്സിസിലായിരിക്കും. കാരണം വൈ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ആണ് എന്ത്? ജെ എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ E0 തന്നിട്ടുണ്ട്. എത്രയാ? അതായത് മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് ആണ്. എത്രയാണ്? 6.3 ജെ ക്യാപ്. ദെൻ വാട്ട് ഈസ് ദ ബി അറ്റ് ദാറ്റ് പോയിന്റ്? അതായത് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. സോ മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് B0 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ E0 ആണെങ്കിൽ B0 എങ്ങനെ കണ്ടുപിടിക്കുക? എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം എന്താ? E0 ഡിവൈഡഡ് ബൈ B0 ഈക്വൽ ടു എന്താണ്? 0 ആണ്. സോ വാട്ട് ഈസ് B0? ദാറ്റ് ഈസ് E0 ഡിവൈഡഡ് ബൈ C. വാട്ട് ഈസ് E0? E0 is the maximum amplitude of electric field ആണ്. So what is E0? It is 6.3 divided by what is C? That is 3 into 10 to the power of 8 ആണ്. അല്ലേ? C ന്റെ വാല്യൂ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ചെയ്ത് എത്ര ആൻസർ വരിക? ഏകദേശം എന്ത് വരും? 2.1 into 10 to the power of -8 ആണ്. കാരണം എന്താ? പ്ലസ് 8 മേലോട്ട് പോകുമ്പോൾ -8 ആയിരിക്കും. എന്താണ്? BO ആണ്. ഇത് ഏത് ഡയറക്ഷനിലേക്കായിരിക്കും? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എക്സ് ഡയറക്ഷനിലേക്കാണ്. വൈ ഡയറക്ഷനിലേക്ക് എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. സോ ഇത് എങ്ങോട്ടായിരിക്കും? സെഡ് ഡയറക്ഷനിലേക്കായിരിക്കും. സെഡ് ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടർ എന്താണ്? കെ ആണ്. റെഡി ആണല്ലോ? ഇത് ജെ ആണ്, കെ ആണ് ആൻഡ് ഐ ആണ്. റെഡി അല്ലേ? സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്തുള്ളൂ ഈ പ്രോബ്ലം ചെയ്യാനുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണ്? the magnetic field in a plane electromagnetic wave is given by, that is By equal to എന്താണ്? By equal to എന്ന് പറയാം 2 into 10 to the power of 7 sin എന്താണ്? 0.5 into 10 to the power of 3 x plus എന്തുണ്ട്? 1.5 into 10 to the power of 11 t Tesla. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞ? ഫസ്റ്റ് വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ വേവ്? ഇതിലെ വേവ് ലെങ്ത് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് അല്ലെ. വേവ് ലെങ്ത് പറഞ്ഞാൽ ലാംഡ ആണ്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ, എഫ് ആണ് അല്ലെങ്കിൽ ന്യൂ ആണ് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഇതെന്ന് കണ്ടുപിടിക്കുക? നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ്, ഒരു പ്രോഗ്രസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നിങ്ങൾ പഠിച്ച് By ഈക്വൽ ടു B0 സൈൻ KX മൈനസ് ഒമേഗ ടി ആണ്. ആണല്ലോ അല്ലെ. ഇത് എക്സ് ഡയറക്ഷനിലേക്ക്, അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് എന്താണ്? മൂവ് ചെയ്യുന്ന ഒരു ട്രാവലിംഗ് വേവിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചാൽ ആദ്യം വേവ് ലെങ്ത് ആണ് ചോദിച്ചത് അല്ലെ. സോ വേവ് ലെങ്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ അറിഞ്ഞാൽ മതി? കെ അറിഞ്ഞാൽ മതി. വാട്ട് ഈസ് കെ? ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ കെ എന്താ വരിക? കെ എന്ന് പറയുന്നത് 0.5 into 10 to the power of 3 ആണ് അല്ലെ. അപ്പൊ കെ എങ്ങനെ മാറ്റി ചെയ്താ? ദാറ്റ് ഈസ് 2π by lambda ഈക്വൽ ടു എന്ത് വന്നു? 0.5 into 10 to the power of 3. then ഇതിനകത്ത് ലാംഡ എന്ത് വരും? ലാംഡ ഈക്വൽ ടു 2π divided by 0.5 into 10 to the power of 3. ഇതെന്ത് ചെയ്യുക? നിങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംഡയുടെ ഇക്വേഷൻ കിട്ടും. എന്ത്? വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ കിട്ടും. ദെൻ നെക്സ്റ്റ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫ്രീക്വൻസി ആണ് അല്ലെ. സോ ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? 2π by ഫ്രീക്വൻസി എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2π by ഒമേഗയാണ്. ആണോ അല്ലെ? സോ എന്താ പഠിച്ചത്? ഒമേഗ ഈക്വൽ ടു 2πf ആണ്. സോ എഫ് ഈസ് ഈക്വൽ ടു എന്ത് പറയാം? ഒമേഗ ബൈ 2π ആണ്. ഒമേഗ ഡിവൈഡഡ് ബൈ 2π ആയിരിക്കും. റെഡി അല്ലേ? സോ വാട്ട് ഈസ് ഒമേഗ? ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ എത്ര വരിക? ഒമേഗ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 1. നിങ്ങൾ ഈ നെഗറ്റീവ് സൈഡ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് പോസിറ്റീവ് നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പോസിറ്റീവ് നെഗറ്റീവ് എക്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് വരും? ഒമേഗ എന്ന് പറഞ്ഞാൽ എത്രയാ? 1.5 into 10 to the power of 11 divided by എന്താ വരിക? 2π. സോ ഇത് ചെയ്താൽ എന്ത് കിട്ടും?
ലാംഡയും കിട്ടും ഫ്രീക്വൻസിയും കിട്ടും. സോ വളരെ സിമ്പിൾ ആണ് കാൽക്കുലേഷൻ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കിട്ടി. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ബാക്കി കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേ? റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ ഇടണം അല്ലെ. അപ്പം ഇലക്ട്രിക് ഫീൽഡിന്റെ എന്താണ്? കെന്റെ വാല്യൂ ഒമേഗന്റെ വാല്യൂ ഒക്കെ സെയിം ആണ്. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്താണ്? ഈസ് ഈക്വൽ ടു E0 സൈൻ kx മൈനസ് ഒമേഗ ടി ആണ് അല്ലെ. സോ ഈ കെ ഒമേഗക്ക് ഇതേ വാല്യൂ തന്നെയായിരിക്കും. കെക്ക് ഒമേഗയ്ക്ക് എന്തുണ്ടാവില്ല? ഡിഫറൻസ് ഉണ്ടാവില്ല അല്ലെ. എന്തിന് മാത്രമേ ഉണ്ടാവുള്ളൂ? E0 മാത്രമേ ഉള്ളൂ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ഇവിടെ +7 അല്ല -7 ആണ് കേട്ടോ. നമ്മൾ ഇക്വേഷനിൽ -7 ആണുള്ളത്. ദെൻ എന്ത് വരും? E0 എങ്ങനെ കണ്ടുപിടിക്കുക? E0 ഈക്വൽ ടു എന്ത് വരും? B0 ഇൻറ്റു C ആണ്. വാട്ട് ഈസ് B0? B0 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 × 10⁻⁻7 ആണ്. ഇൻറ്റു വാട്ട് ഈസ് C? C എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ് അല്ലെ. ഇത് ചെയ്താൽ എന്താ കിട്ടുക? വാട്ട് ഈസ് 2 × 3? 6 വരും. 6 × 10⁻⁻, എത്ര വരും? 1 വരും അല്ലെ. 10⁻1 വരും അല്ലെ. അപ്പം 60 വരും. 60 വന്നല്ലോ, 60 വന്നു. സോ അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ എഴുതുക നമ്മൾ? ഈസ് ഈക്വൽ ടു, യുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ബി വൈ ആക്സിസിലേക്കാണ് അല്ലെ. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എക്സ് ആക്സിസിലേക്കാണ്. സോ ഈ എവിടെയാണുള്ളത്? അപ്പം സെഡ് ആക്സിസിലാണ് അല്ലെ. സോ ഇ സെഡ് ഈക്വൽ ടു 60 സൈൻ എന്താ വരിക? 2 × 10⁻⁻7 സോറി സൈൻ വാട്ട് ഈസ് kx? കെന്റെ വാല്യൂ എത്രയാ? 0.5 × 10⁻3x മൈനസ് എന്ത് വരും? ഓക്കെ, പ്ലസ് ആണേ. പ്ലസ് എന്ത് വന്നു? 1.5 × 10⁻11t. ഇത് നേരെ ഈ കാര്യം തന്നെ ഇവിടേക്ക് എഴുതി അല്ലേ. ഇതിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ട് പെർ മീറ്റർ ആണ്. വോൾട്ട് പെർ മീറ്റർ ആണ്. സോ ഇതാണ് എന്ത്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. എന്തുള്ളൂ? ഈ പ്രോബ്ലം ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. സോ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഇറ്റ്സ് ആൻ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അക്കോർഡിംഗ് ടു ദിയർ ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത്. അതായത് വേവ് ലെങ്തിന്റെയും ഫ്രീക്വൻസിയും എന്താണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഒരു സീരീസിനെ അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് അല്ലെ. സോ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഒന്നെങ്കിൽ നമുക്ക് വേവ് ലെങ്ത്, അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ ഫ്രീക്വൻസി ഇൻക്രീസിംഗ് ഓർഡറിൽ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ എഴുതാൻ പറ്റും. സോ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ആദ്യം എത്ര വേവ്സ് ഉണ്ടെന്ന് അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എത്ര വേവ്സ് ഉണ്ട്? ടോട്ടൽ 7 വേവ്സ് ആണുള്ളത് അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വേവ്സ് ഒക്കെ. ഏതാണ്? റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിള്, അൾട്രാവയലറ്റ് ആൻഡ് എക്സ്റേ ആൻഡ് ഗാമ. അങ്ങനെ 7 റേസ് ആണ് ഇവിടെ ഉള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ളത് അല്ലെ. സോ ഈ 7 റേസിനെ നമ്മൾ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് എന്ത് ചെയ്ത് ഇവിടെ എഴുതി വെച്ചത് അല്ലെ. ഇവിടെ ഒരു ഭാഗം മാത്രമേ എന്തുള്ളൂ? വിസിബിൾ ആയിട്ടുള്ളൂ ആണല്ലോ. സോ ഇതിനെ നമ്മൾ വിളിക്കുക വിസിബിൾ റീജിയൻ അല്ലെങ്കിൽ വിസിബിൾ വേവ്സ് എന്നാണ് എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗത്തിനെ വിളിക്കുക അല്ലെ. ബാക്കി ഒരു വേവ്സ് എന്തല്ല? ഹ്യൂമൺ ഐക്ക് വിസിബിൾ അല്ല. സോ ആകെ ഹ്യൂമൺ ഐക്ക് വിസിബിൾ ആയിട്ടുള്ള ഏതാണ്? ആ വിസിബിൾ വേവ്സ് മാത്രമാണ്. വേറെ ഒന്നും എന്തല്ല? വിസിബിൾ അല്ല. സോ ചില ആനിമൽസിനൊക്കെ മറ്റ് വേവ്സ് ഒക്കെ വിസിബിൾ ആണ്, അല്ലെങ്കിൽ മറ്റ് വേവ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ഹ്യൂമൻ എന്ത് ചെയ്യാൻ പറ്റില്ല? വിസിബിൾ അല്ലാതെ വേറെ ഒരു വേവ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. സോ നെക്സ്റ്റ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇതിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഒന്ന് പ്ലേസ് ചെയ്യാണ് അല്ലെ. ഇൻക്രീസിംഗ് ഓർഡർ ആകുമ്പോൾ നമുക്കൊരു ഓർഡർ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് RMI LEX G ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയാണ് അല്ലെ. ഫ്രീക്വൻസിയാണ്. എന്താണ് RMI LEX G എന്ന് പറഞ്ഞാൽ? ഫ്രീക്വൻസിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്താണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ആർക്കാണ്? ഗാമ റൈസിനാണ്. അപ്പൊ ഞാൻ ഓരോ റൈസ് എന്താ പറയാം? R എന്ന് പറഞ്ഞാൽ റേഡിയോ ആണ്. വാട്ട് ഈസ് M? മൈക്രോ ആണ്. ഇൻഫ്രാറെഡ്. L എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിബിൾ ആണ്. UV ആണ്. എക്സ്റേ ആൻഡ് ഗാമ അല്ലെ. അപ്പൊ ഏറ്റവും ഫ്രീക്വൻസി കുറവായിരിക്കും റേഡിയോ വേവ്സിനായിരിക്കും. ഏറ്റവും ഫ്രീക്വൻസി കൂടിയതായിരിക്കാണ്? ഗാമ റൈസിനാണ് അല്ലെ. ഇത് നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ അല്ലെ, ഇത് നേരെ തിരിച്ചു എഴുതിയാണ് ഇങ്ങനെ. സോ തിരിച്ചു എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ആണ്. സോ ഇത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എന്താണ്?
ഫ്രീക്വൻസി ആണ്. സോ എക്സാമിന് എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ എഴുതുക ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എങ്ങനെയാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് വരിക, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി വരിക. അല്ലെ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക, ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി മാത്രം ഒന്ന് പഠിച്ചു വെക്കുക ഈ ഒരു ഫോർമുല വെച്ചിട്ട്. RMI LUXG എന്ന് പറഞ്ഞ ഈ ഒരു ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. വളരെ വളരെ സിമ്പിൾ ആണ്. സോ ഇത്രയും വേവ്സ് ആണ് ഇവിടെ ഉള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ളത് അല്ലെ. ഇനി നമുക്ക് ഓരോ വേവ്സ് എന്ത് ചെയ്യണം, ഡീറ്റെയിൽഡ് നോക്കണം. എന്താണ് റേഡിയോ വേവ്സ്, അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്, അതിന്റെ യൂസസ് എന്താണ്, അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം ഓരോ വേവ്സിന്റെ കേസിലും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിപ്പോ ഒരു തിയറി പാർട്ടാണ്, ഒരിക്കലും നമുക്കൊരു ഡെറിവേഷൻ ഒന്നും ഈ പാർട്ടിലില്ല, പക്ക ഡെറിവേഷൻ തിയറിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേവ് റേഡിയോ വേവ് ആണ് അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത് തിയറി പാർട്ടാണ്, നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാം. എന്താണ് റേഡിയോ വേവ്? അപ്പൊ റേഡിയോ വേവ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത്. സോ റേഡിയോ വേവ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക? ബൈ ദ ആക്സിലറേറ്റഡ് മോഷൻ ഓഫ് ചാർജ് ആണ് അല്ലെ. ഞാൻ പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങളില്ലേ, ഒന്നെങ്കിൽ ചാർജ് ആക്സിലറേറ്റ് ആണോ, അല്ലെങ്കിൽ ചാർജ് ഓസിലേറ്റ് ചെയ്യണം. സോ റേഡിയോ വേവ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ ദ മോഷൻ ഓഫ് ചാർജ്, അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് ചാർജിന്റെ മോഷൻ കാരണമാണ്. അപ്പം റേഡിയോ വേവ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. സോ റേഡിയോ വേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് ആണ് ഞാൻ പറഞ്ഞത്. റേഡിയോ വേവ്സ് ജനറലി എന്താണ്, ലോ ഫ്രീക്വൻസി വേവ്സ് ആണ് അല്ലെ. നമ്മൾ RMI LUXG എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ ഏറ്റവും ഫസ്റ്റ് ആണ് അല്ലെ, ഫ്രീക്വൻസി ഇൻക്രീസിംഗ് ഓർഡർ ആയിരുന്നു അത്. സോ വളരെ ചെറിയ ഫ്രീക്വൻസി ഉള്ള എന്താണ് വേവ്സ് ആണ് എന്ത് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത്. ഏകദേശം 500 കിലോ ഹേർട്സ് ടു ഒരു 1000 മെഗാ ഹേർട്സ് വരെയാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ മെയിൻ ആയിട്ട് നമ്മുടെ റേഡിയോ വേവ്സിന്റെ യൂസസ് ആണ് കേട്ടോ. യൂസസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം റേഡിയോ വേവ്സ് എന്തിനാണ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. അത് ഒന്ന് റേഡിയോ ആൻഡ് ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെല്ലുലാർ ഫോൺസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്നുണ്ട് ടു ട്രാൻസ്മിറ്റ് വോയിസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സെല്ലുലാർ ഫോണിൽ എന്ത് ചെയ്യുന്നുണ്ട്, റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയേ എന്തുള്ളൂ ഇതിന്റെ യൂസസ് ഉള്ളൂ. സോ ഇത്രയേ റേഡിയോ വേവ്സ് നമുക്ക് പഠിക്കാറുള്ളൂ. നെക്സ്റ്റ് അടുത്ത വേവ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേവ്സ് ആണ് എന്ത്, മൈക്രോവേവ് എന്ന് പറയുന്നത്. നമ്മുടെ റഡാർ സിസ്റ്റത്തിലൊക്കെ, നമ്മുടെ ഡിഫൻസിലെ റഡാർ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഏതാണ്, മൈക്രോവേവ്സ് ആണ് അല്ലെ. നമ്മുടെ എനിമീസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും അവരുടെ ഗണ്ണെന്നുള്ള അവരുടെ ഗണ്ണെന്നുള്ള മിസൈലുകളുടെ ഒക്കെ സ്പീഡ് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോവേവ്സിന് ഹെൽപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കൂ. ആദ്യം മൈക്രോവേവ്സിന്റെ പ്രൊഡക്ഷൻ ആണ്. എങ്ങനെയാ പ്രൊഡ്യൂസ് ചെയ്യുക? ബൈ ദ സ്പെഷ്യൽ വാക്യൂം ട്യൂബ് അല്ലെ. മൈക്രോവേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ വാക്യൂം ട്യൂബ്. ആ വാക്യൂം ട്യൂബിന്റെ പേരുകൾ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഒന്ന് ക്ലിസ്ട്രോൺസ് ആണ്, മാഗ്നട്രോൺസ് ആണ്, ദെൻ ഗൺ ഡയോഡ്സ് ആണ് അല്ലെ. സോ ഈ 3 വാക്യൂം ട്യൂബിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മൈക്രോവേവ്സിന് അറിയാം എന്താണ്, മൈക്രോവേവ്സിന് നിങ്ങൾക്ക് അറിയാം എന്താണ്, ഫ്രീക്വൻസി റേഞ്ച് ഒക്കെ അറിയാം, നമ്മുടെ റേഡിയോ വേവിനെക്കാട്ടും കൂടുതലായിരിക്കും. ദെൻ അതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് യൂസസ് ആണ് ഞാൻ അവിടെ പറഞ്ഞത്. ഒന്ന് ഞാൻ പറഞ്ഞു എന്താണ്, റഡാർ സിസ്റ്റത്തിൽ ഉപയോഗിക്കാറുണ്ട്. റഡാർ സിസ്റ്റം എവിടെയാണ്, നമ്മുടെ ഡിഫൻസിൽ വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ത്, റഡാർ സിസ്റ്റം. എനിമീസ് നമ്മുടെ ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, ഈ റഡാർ സിസ്റ്റം ഒക്കെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ റഡാർ സിസ്റ്റം, റഡാർ ഓൾസോ provides the basis for the speed guns used to the time fast boards. Then next one എന്താണ്, മൈക്രോവേവ് ഓവൻസ് അല്ലെ. നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കാറുള്ള എന്താണ്, മൈക്രോവേവ് ഓവൻ. ഈ ഓവൻ വർക്ക് ചെയ്യുന്നത് മൈക്രോവേവ്സ് ഉപയോഗിച്ചിട്ടാണ്. സോ ഇത്രയേ ഉള്ളൂ എന്തുള്ളൂ അതിന്റെ യൂസസ് ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ടും മാച്ച് ദ ഫോളോയിങ് ആണ് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വേവ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇൻഫ്രാറെഡ് വേവ്സ് ആണ് അല്ലെ. നമ്മുടെ വീടുകളിലൊക്കെ ടിവിയിലെ റിമോട്ടിൽ എന്താണ് ഉപയോഗിക്കുന്ന വേവ്സ് എന്താണ്, ഇൻഫ്രാറെഡ് വേവ്സ് ആണ് അല്ലെ. റിമോട്ട് സെൻസ് ചെയ്യില്ലേ, നമുക്കിപ്പോൾ ടിവിയിൽ എന്താണ് ചാനൽ മാറ്റണമെങ്കിൽ റിമോട്ട് നിൽക്കുമ്പോൾ ചാനൽ മാറില്ലേ, അത് എന്തുകൊണ്ടാണ്, ഇൻഫ്രാറെഡ് വേവ്സിന്റെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നോക്കിയാൽ എന്താണ്, ഇൻഫ്രാറെഡ് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹോട്ട് ബോഡീസ് ആണ് അല്ലെ. ഹോട്ട് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ് വേവ്സ് ആണ് എന്ത്, ഇൻഫ്രാറെഡ് വേവ്സ് എന്ന് പറയുന്നത് ആണല്ലോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇൻഫ്രാറെഡ് വേവ്സിന്റെ യൂസസ് ആണ്. എവിടേക്കാണ് നമ്മൾ യൂസ് ചെയ്യുക, ഇൻഫ്രാറെഡ് ലാംപ്സ് ആർ യൂസ്ഡ് ഇൻ ഫിസിക്കൽ തെറാപ്പി അല്ലെ. ഫിസിക്കൽ തെറാപ്പിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്രാറെഡ് ലാംപ്സ് ഉപയോഗിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എന്താണ്, റിമോട്ട് സ്വിച്ചസ് ഓഫ് ഹൗസ് ഹോൾഡ് ഇലക്ട്രോണിക് സിസ്റ്റംസ് അല്ലെ. നമ്മൾ TV, അതുപോലെ തന്നെ റെക്കോർഡേഴ്സ്, വീഡിയോ റെക്കോർഡേഴ്സ്, ഇതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്രാറെഡ് ഉപയോഗിക്കാറുണ്ട്. സോ നെക്സ്റ്റ് വൺ എന്താണ്, ഇത് നമ്മൾ റിപ്പീറ്റഡ് പോയിന്റ് ആണ്, ലാസ്റ്റ് പോയിന്റ് വൈകിയ. നമ്മളുടെ ഈ ഒരു എർത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, ഗ്രീൻ ഹൗസ് എഫക്ട് എന്ന് പറയുന്നത്. അതായത് എർത്തിന്റെ ഉള്ളിലെ ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. അതിൽ ഈ ഒരു എന്താണ്, ഇൻഫ്രാറെഡ് വേവ്സിന് വളരെ വലിയൊരു പങ്കുണ്ട് അല്ലെ. സോ അതിൽ ആ ഒരു ഫിനോമിന നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ അതിനെ വിളിക്കുക, ഗ്രീൻ ഹൗസ് എഫക്ട് എന്നാണ് വിളിക്കുക. റെഡി ആണല്ലോ. സോ ഗ്രീൻ എഫക്ട് കൂടി കഴിഞ്ഞാലും വളരെ പ്രശ്നമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ.
സോ ഗ്രീൻ എഫക്ട് മെയിൻറ്റെയിൻ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് എർത്തിന്റെ ഒരു വാം അല്ലെ ആവറേജ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമുണ്ട്? ഇൻഫ്രാറെഡ് വേവ്സ് ആവശ്യമുണ്ട്. റെഡി ആണല്ലോ? സോ ഇത്രയും എന്തുള്ളൂ? ഇൻഫ്രാറെഡ് വേവ്സ് ഉള്ളൂ. നെക്സ്റ്റ് വൺ വിസിബിൾ റേസ് ആണല്ലേ. വിസിബിൾ റേസ് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളുടെ കണ്ണുകൊണ്ട് ഹ്യൂമൻ അതിനെ കൊണ്ട് ആകെ കാണാൻ പറ്റുന്ന റേസ് ഏതാണ്? വിസിബിൾ റേസ് മാത്രമാണ്. നമ്മുടെ വിഷൻ പോസിബിൾ ആക്കുന്ന വിഷൻ പോസിബിൾ ആക്കുന്ന ആരാണ്? വിസിബിൾ റേസ് ആണ് അല്ലെ. വിസിബിൾ റേസിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? 700 നാനോമീറ്റർ ടു 400 നാനോമീറ്റർ ആണ് അല്ലെ. അതായത് വിസിബിളിന്റെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും വെൻ കമ്പയർ ടു നമ്മളുടെ ഇൻഫ്രാറെഡിനെ വെച്ച് നോക്കുമ്പോൾ. റെഡി ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എവിടെ പഠിക്കാനുള്ളൂ? വിസിബിൾ പഠിക്കാനുള്ളൂ. നമ്മുടെ വിഷൻ പോസിബിൾ ആക്കുന്ന ആരാണ്? വിസിബിൾ റേസ് ആണ്. സോ നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അൾട്രാവയലറ്റ് റേസ് ആണ് അല്ലെ. അൾട്രാവയലറ്റ് റേസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ UV റേഡിയേഷൻ എന്നൊക്കെയാണ് വിളിക്കുക. എന്താണ് അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ആവുക? അൾട്രാവയലറ്റ് റേഡിയേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്പെഷ്യൽ ലാംപ്സ് ആൻഡ് വെരി ഹോട്ട് ബോഡീസ് അല്ലെ. ഹോട്ട് ബോഡീസ് സ്പെഷ്യൽ ലാംപ്സ് എന്നാണ് എന്ത് ചെയ്യുന്നത്? അൾട്രാവയലറ്റ് റേസ് പ്രൊഡ്യൂസ് ആവുന്നത്. അൾട്രാവയലറ്റ് വേവ്സ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ആവുന്നത് എവിടെയാണ്? സണ്ണിലാണ് അല്ലെ. സൺ പറയുന്നുണ്ട് എന്താണ്? സൺ ഈസ് ദ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് അൾട്രാവയലറ്റ് റേസ്. അതുപോലെ തന്നെ മാക്സിമം അൾട്രാവയലറ്റ് റേസ് എവിടെ അബ്സോർബ് ആവും? ഓസോൺ ലെയറിൽ അബ്സോർബ് ആവും അല്ലെ. നമുക്ക് അറിയാം അൾട്രാവയലറ്റ് റേസ് നമ്മൾക്ക് ഡയറക്റ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ ആരോഗ്യത്തിനൊക്കെ അല്ലെങ്കിൽ എന്താണ് ഹെൽത്ത് കണ്ടീഷനൊക്കെ വളരെ പ്രശ്നമാണ്. സോ ആ ഒരു ഫിനോമിനൻ ഓവർകം ചെയ്യുന്നുണ്ട്. നമുക്ക് എർത്തിന്റെ മേലെ ഓസോൺ ലെയർ എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ട് അല്ലെ. സോ ആ ലെയർ എന്ത് ചെയ്യും? UV റേസിനൊക്കെ അബ്സോർബ് ചെയ്യും അല്ലെ. അതിനൊക്കെ ഫിൽട്ടർ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? എർത്തിലേക്ക് വിടുള്ളൂ. സോ ആ ഓസോൺ ലെയറിനാണ് എന്തുണ്ടായത്? കുറച്ചു കാലം മുമ്പ് ഒരു വിള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടായതില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും പത്രങ്ങളിൽ. സോ ദെൻ അടുത്ത എന്താണ്? അതിന്റെ ഓരോ യൂസസ് ആണ്. അതായത് UV ലൈറ്റ് ഈസ് ലാർജ് ക്വാണ്ടിറ്റി ഹാസ് ഹാർംഫുൾ എഫക്ട്സ് അല്ലെ. കുറെ ഹാർംഫുൾ എഫക്ട്സ് ഉണ്ട്. എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് മോർ മെലാമിൻ കോസിങ് ടാനിങ് ഓഫ് ദി സ്കിൻ ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ UV റേഡിയേഷൻ ഈസ് അബ്സോർബ്ഡ് ബൈ ഓർഡിനറി ഗ്ലാസ്. നമ്മൾ ഗ്ലാസ് വെക്കുമ്പോൾ ഗ്ലാസ് എന്ത് ചെയ്യും? UV റേസ് അബ്സോർബ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ UV റേസിനെ കുറിച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്താണ്? UV ലാംപ്സ് ആർ യൂസ്ഡ് ടു കിൽ ജേംസ് ഇൻ ദ വാട്ടർ പ്യൂരിഫയേഴ്സ്. വാട്ടർ പ്യൂരിഫയേഴ്സിൽ ജേംസിനെ ക്ലീൻ ചെയ്യാൻ ആര് ഉപയോഗിക്കാറുണ്ട്? UV ലാംപ്സ് ഉപയോഗിക്കാറുണ്ട്. ദെൻ യൂസ്ഡ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഏജ് ഓഫ് റിട്ടൺ ഡോക്യുമെന്റ്സ് അല്ലെ. നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ ഏജസ് എത്ര കാലം പഴക്കമുണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാറുണ്ട്? UV റേസ് ഉപയോഗിക്കാറുണ്ട്. ദെൻ ഫൈനൽ പോയിന്റ് എന്താണ്? യൂസ്ഡ് ഇൻ ദ ഡിറ്റക്ഷൻ ഓഫ് ഫിംഗർ പ്രിന്റ്. ഫിംഗർ പ്രിന്റിന്റെ ഡിറ്റക്ഷൻ ഉപയോഗിക്കാറുണ്ട്? UV റേസ് ഉപയോഗിക്കാറുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ എന്തുള്ളത്? UV റേസിനുള്ളത്. സോ ഒന്ന് ഓർത്ത് വെക്കുക എന്തിനൊക്കെയാണ്. ട്രീറ്റ്മെന്റ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? എക്സ്റേസ് ആണ്. നിങ്ങൾ കേട്ടിട്ട് ഒരുപാട് പരിചയം ഉണ്ടാവും അല്ലെ. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ബോണിന് ഫ്രാക്ചർ ഒക്കെ ആയിട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവർ ആദ്യം പറയുക എക്സ്റേ എടുക്കാനാണ് ആണല്ലോ. സോ എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്. സോ എക്സ്റേ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക? ജനറേറ്റ് എക്സ്റേസ് ഈസ് ടു ബോംബാർഡ് എ മെറ്റൽ ടാർഗറ്റ് ബൈ ഹൈ എനർജി ഇലക്ട്രോൺസ് അല്ലെ. ഒരു ഹൈ എനർജി ഇലക്ട്രോൺസിനെ മെറ്റൽ ടാർഗറ്റ് ആയിട്ട് ബോംബാർഡ് ചെയ്യും. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്? എക്സ്റേസ് ജനറേറ്റ് ആവുന്നത്. എക്സ്റേസ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് റോൺചൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. W. റോൺചൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഫിസിക്സിൽ ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയത് ആർക്കാണ്? ഈ റോൺചൻ എന്ന് പറയുന്ന സയന്റിസ്റ്റിനാണ് അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദെൻ എക്സ്റേസ് ആർ യൂസ്ഡ് ആസ് എ ഡയഗ്നോസ്റ്റിക് ടൂൾ ഇൻ ദ മെഡിസിൻ ആൻഡ് ആസ് എ ട്രീറ്റ്മെന്റ് ഫോർ സർട്ടൺ ഫോംസ് ഓഫ് ക്യാൻസർ അല്ലെ. സർട്ടൺ ഫോംസ് ഓഫ് ക്യാൻസറിന് എന്തുണ്ട്? ഈ എക്സ്റേസിന്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ദെൻ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് ആറ്റംസ്. ആറ്റംസിന്റെ സ്ട്രക്ചറിനും അതുപോലെ തന്നെ മോളിക്യൂൾസും ക്രിസ്റ്റൽസിന്റെ ഒക്കെ സ്ട്രക്ചർ പഠിക്കാൻ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ എക്സ്റേസ് ഉപയോഗിക്കാറുണ്ട്. റെഡി ആണല്ലോ? ഇത് തിയറിയാണ്, പക്കാ തിയറിയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഗാമ റേസ് ആണ് അല്ലെ. നിങ്ങൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഗാമ റേസ് പഠിക്കും. ഗാമ റേ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയോ ആക്റ്റീവ് വേവ്. അതിന്റെ റേഡിയോ ആക്റ്റീവ് ഡീക്കെ നടക്കുമ്പോൾ അത് എന്താണ്? ജനറേറ്റ് ചെയ്യുന്ന വേവ്സിന് നമ്മൾ എന്ത് വിളിക്കുക? ഗാമ റേസ് എന്ന് വിളിക്കുക അല്ലെ. They lie in the upper frequency range. അപ്പോൾ ഗാമ റേസിനാണ് ഏറ്റവും ഫ്രീക്വൻസി കൂടുതൽ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ദെൻ ഗാമ റേസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ഷൻസ്. ന്യൂക്ലിയർ റിയാക്ഷൻസ് അല്ല, ഏതൊക്കെയാണ് ന്യൂക്ലിയർ റിയാക്ഷൻസ്? ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷനും ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷനും. ദെൻ ഓൾസോ എമിറ്റഡ് ബൈ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ. ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയർ എന്ത് ചെയ്യുന്നുണ്ട്? ഗാമ റേസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ട്രക്ചർ ഓഫ് ന്യൂക്ലിയർ ആറ്റം. ആറ്റത്തിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ആറ്റത്തിന്റെ ന്യൂക്ലിയയുടെ സ്ട്രക്ചർ നമുക്ക് സ്റ്റഡി ചെയ്യാൻ എന്തുപയോഗിക്കാറുണ്ട്? ഗാമ റേസ് ഉപയോഗിക്കാറുണ്ട്. ദെൻ ഒന്നും കൂടി ലാസ്റ്റ് പോയിന്റ് ആണ് എന്താണ്?
സ്റ്റെറിലൈസ് ദി സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാറുണ്ട്? ഗാമ റേസ് ഉപയോഗിക്കാറുണ്ട്. സിമ്പിൾ ആണല്ലോ. സോ ഇത്രയും റേസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിന്റെ ആപ്ലിക്കേഷൻ അതിന്റെ യൂസസ് ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യനുകളിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നൊക്കെ പഠിച്ചു വെക്കുക. വളരെ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ചെറിയൊരു ചാപ്റ്റർ ആണ്, വെയിറ്റേജ് വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇതിനെ നെഗ്ലക്ട് ചെയ്യരുത്. എന്ത് ചെയ്യുക, മാക്സിമം സ്കോർ നേടാൻ നോക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ സ്കോർ ചെയ്യുക, മാക്സിമം സ്കോർ ചെയ്യുക കേട്ടോ. സോ താങ്ക് യു.